ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൊച്ചിൻ ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ ഡയറക്ടറുമായ നാൻസി ജോൺസൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ ഈ കോളേജ് കയറി വരുമ്പം തുടങ്ങും പോസിറ്റിവിറ്റി. ഇനി നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം. ഹായ് നാൻസി. ഹായ് നാൻസി, നമ്മൾ കയറി വന്നപ്പം തന്നെ ശരിക്കും ഒരു പോസിറ്റീവ് വൈബിൽ തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കോളേജ് അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. ഒരു ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങി ഞാനതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാത്തവരൊക്കെ അത് അറിയട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി വരുമ്പം തന്നെ ആ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ തന്നെ എന്തെങ്കിലും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു പഠനത്തോട് താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു പോസിറ്റീവ് വൈബിലോട്ടൊരു കോളേജിലോട്ട് വരിക എന്നുള്ളതാണ് പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴത്തേക്ക് കുട്ടികൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകേണ്ടത്. അപ്പം കൊച്ചിൻ ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊന്നും പറയാമോ? കൊച്ചിൻ ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെൻ്റൽ ടെക്നോളജി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഡെൻ്റൽ ടെക്നോളജി പിന്നെ ആർട്ടിഫിഷ്യൽ പല്ല് ഉണ്ടാക്കാൻ പഠിക്കുന്നു. അതാണ് ഞങ്ങളുടെ ബേസിക് കോഴ്സ്. മീൻസ് നമ്മൾ അറിയാത്തവർക്ക് ഉള്ള കാര്യമാണ്. ഇപ്പം മീൻസ് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള അവർ ആ മെഷർമെന്റ് തരുമോ നിങ്ങൾക്ക്? മെഷർമെന്റ് തന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് വെച്ചിട്ട് നിങ്ങളത് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ പല പ്രമുഖ ഡെൻ്റൽ ഹോസ്പിറ്റലിലോട്ടും നിങ്ങളായിരിക്കും മിക്കവാറും ഈ പല്ലിൻ്റെ ഒരു മോൾഡിങ് കൊടുക്കുന്നത് അല്ലേ? ഡെന്റിസ്റ്റ് അടുത്ത് പല്ലിന്റെ കേട് വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പല്ല് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡോക്ടർ പേഷ്യന്റെ വായിലെ അച്ചെടുത്തിട്ട് നമുക്ക് തരും. നമ്മുടെ ഇംപ്രഷൻ എന്ന് പറയും. അതില് ഡോക്ടർ പറയുന്ന പ്രകാരം പേഷ്യന്റ് ആവശ്യമുള്ള പല്ല് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് ആക്ച്വലി ഡെന്റൽ ലാബുകളിൽ നടക്കുന്ന പ്രവൃത്തി. അപ്പൊ ഡെന്റൽ ലാബിൽ ഈ വർക്ക് ചെയ്യുന്നവരെയാണ് ഡെന്റൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. കൊച്ചിൻ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ഡെന്റൽ ടെക്നീഷ്യൻസിനുള്ള കോഴ്സാണ് നടത്തുന്നത്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഡെന്റൽ ക്ലിനിക്കിലോ ഡെന്റൽ ലാബുകളിലോ വർക്ക് ചെയ്യാവുന്നതാണ്. ശരി. ഇവിടെ നിങ്ങൾ ഈ കുട്ടികൾ മുതൽ പിന്നെ ഒരുപാട് വലിയ ആൾക്കാർ ഏത് അളവ് തന്നാലും നിങ്ങൾ ചെയ്യും? അതെ, ഏത് അളവിലും അതൊരു വ്യത്യാസമൊന്നുമില്ല. അതൊരു പ്രോസസ്സാണ്, പ്രൊസീജിയറാണ്. സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പ്രായ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അത് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു പ്രോസസ്സ് ചെയ്തിട്ടാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ആ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത്. ശരി. ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് പിന്നെ ഇത് പല സംശയങ്ങളുണ്ടാകും. ഇതിൻ്റെ ഒരു മിനിമം എത്ര ഇയർ ഇത് പഠിക്കണം, എത്ര നാളത്തെ കോഴ്സാണ്, പിന്നെ ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ടോ, പിന്നെ അത് കണക്ക് വിദേശത്ത് ഇതിനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പം നാൻസിക്ക് അതിനെക്കുറിച്ച് പറയാമോ? നമ്മൾ ഈ കോഴ്സ് നടത്തുന്നത് ഭാരത് സേവക് സമാജിന്റെ അണ്ടറിലാണ്. അത് BSS എന്ന് പറയും. അതൊരു നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ്. അപ്പം BSS അണ്ടറിൽ ഈ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഇന്ത്യയിലും വിദേശത്തും പ്രൈവറ്റ് സെക്ടറിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അപ്പം നമുക്ക് 1 year ഡിപ്ലോമയുണ്ട്, 2 year ഡിപ്ലോമയുണ്ട്. ഇത് 2 കോഴ്സസും പിള്ളേർക്ക് ഏത് ചെയ്താലും പ്രൈവറ്റ് സെക്ടറിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അപ്പം ഇതിന്റെ കോഴ്സിനൊക്കെ ഒരുപാട് ഫീസൊക്കെ ഉണ്ടോ? സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ? സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ്. ഒരു സ്റ്റാൻഡർഡൈസ് നമ്മുടെ ഇൻഡസ്ട്രി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡെന്റൽ ഇൻഡസ്ട്രീന് പൊതുവേ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റീസണബിൾ റേറ്റ് ആണ് നമ്മുടെ കോഴ്സിനുള്ളത്. പിന്നെ നമുക്ക് പിന്നെ ഇത് ബാങ്കിൽ നിന്നുമൊക്കെ പിന്നെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സ്റ്റുഡൻസിന് എന്തായാലും പഠിക്കുന്ന സ്റ്റുഡൻസിന് കിട്ടുമല്ലോ. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പിന്നെ ഈ ഒരു കോളേജിൽ എത്താൻ പറ്റും അല്ലേ? പിള്ളേർക്ക് ഇപ്പം അത് സ്വന്തമായിട്ട് അവർ റിസോഴ്സ് കണ്ടെത്തണം. അവർക്ക് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് EMI ആയിട്ടൊക്കെ അടിച്ചു പോയി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഭൂരിഭാഗം സ്റ്റുഡൻസ് മിഡിൽ ക്ലാസ് തൊട്ടുള്ള പിള്ളേരാണ്. എല്ലാവർക്കും മാനേജ് ചെയ്ത് ക്രമീകരിച്ച് കോഴ്സ് ഫീ അടിച്ച് നല്ല ഭംഗിയായിട്ട് കോഴ്സ് തീർക്കാൻ സാധിക്കും. ശരി. അപ്പം ഇതിനെ നാൻസിനെ പിന്നെ മെയിനായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത്
ആരാണ് കൂടുതലായിട്ടും? ഞങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിൻസിപ്പൽ ഉണ്ട്, ഡോക്ടർ ആഷ്മി സെബാസ്റ്റ്യൻ, ഒരു പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ആണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് 3 ഡെന്റിസ്റ്റ് ഉണ്ട്. ഒരു ടീം തന്നെയാണ് ആക്ച്വലി ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ആയ പ്രിൻസിപ്പലിന്റെ അണ്ടറിൽ ഡെന്റിസ്റ്റ്, പിന്നെ ഡെന്റൽ ടെക്നീഷ്യൻസ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെന്റൽ ടെക്നീഷ്യൻസ്, ഒരു ടീമായിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ട്രെയിനിങ്, തിയറി ആയാലും പ്രാക്ടിക്കൽ ആയാലും കൈകാര്യം ചെയ്യുന്നത്. ശരി. നാൻസിക്ക് സപ്പോർട്ടിനായിട്ട് പ്രിയതമൻ തന്നെ കൂടെ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. What I am today is just because of my husband Johnson Matthew. He has played an important role in my life to mold me to what I am right now in front of you. So Johnson, തീർച്ചയായിട്ടും ജോൺസൺ സാറിന്റെ ഒരു വലിയൊരു പങ്കും സപ്പോർട്ട് ഇല്ലാതെ ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത് അതിൽ സാറിന്റെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഐ എം വെരി ലക്കി ടു ഹാവ് ഹിം വിത്ത് മീ. പിന്നെ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടൈമിങ്സ് ഒക്കെ എപ്പോഴാണ്? ക്ലാസിന്റെ ടൈമിംഗ് ഒക്കെ എപ്പോഴാണ്? എല്ലാ ദിവസവും ഉണ്ടോ? സാറ്റർഡേ സൺഡേസ് ഒക്കെ ഉണ്ടോ? ഫുൾ ടൈം കോഴ്സ് ആണോ? ഇതൊരു ഫുൾ ടൈം കോഴ്സ് ആണ്. ഇത് പ്യൂർലി പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. അതുകൊണ്ട് മോർണിംഗ് 10 മൺഡേ ടു ഫ്രൈഡേ 10 to 4 റെഗുലർ ടൈമിംഗിലാണ് ക്ലാസ് ഉള്ളത്. മൺഡേ ടു ഫ്രൈഡേ. സാറ്റർഡേ സൺഡേ ഓഫ് ആണ്. പിന്നെ നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് ഇത് കൂടാതെ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് കൂടാതെ തന്നെ 2 കോഴ്സ് കൂടെ ഇവിടെ ഉണ്ട്. ഒരെണ്ണം ഡെന്റൽ അസിസ്റ്റന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഡെന്റിസ്റ്റിനെ ക്ലിനിക്കിൽ അസിസ്റ്റ് ചെയ്യുന്ന ഒരു റോളാണ് ഡെന്റൽ അസിസ്റ്റന്റ് എന്നുള്ളത്. ആ കോഴ്സും നമുക്കുണ്ട്. അത് 1 year കോഴ്സാണ്. അത് 6 months ഓഫ് തിയറി ആണ്. അത് കഴിഞ്ഞ് 6 months പ്രാക്ടിക്കൽ ആണ്. ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് 6 മാസം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണ് ഡെന്റൽ അസിസ്റ്റന്റ്. പിന്നെ നമുക്കുള്ളത് വേറൊരു കോഴ്സ് കൂടെ ഉള്ളത് എക്സോകാഡ് എന്ന് പറഞ്ഞാൽ ഡെന്റൽ കാഡ് ആണ്. ഈ നമ്മൾ ഡെന്റൽ ടെക്നീഷ്യന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ മാനുവൽ ആയിട്ട് ചെയ്യുന്നതാണ്. അത് തന്നെ ഇപ്പം ഇൻഡസ്ട്രി ഡിജിറ്റൽ ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം ഇത് ഡിജിറ്റൽ ആയിട്ട് ചെയ്യുന്ന സംഭവത്തിനെ പഠിപ്പിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സോകാഡ്. ഞങ്ങൾ ഇവിടെ എക്സോകാഡിന്റെ ഓത്തറൈസ്ഡ് ട്രെയിനിങ് സെന്റർ ആണ് കൊച്ചിൻ. അൾട്രാ മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊച്ചിൻ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. യെസ്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് വെച്ചാൽ ഞങ്ങൾക്ക് ലാബ് ഉണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെന്റൽ ലാബ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫെസിലിറ്റീസ് എൻറ്റയർ നമ്മുടെ സ്റ്റുഡൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറ്റ് പോലത്തുള്ള ടെക്നോളജി ഒക്കെ നമ്മുടെ സ്റ്റുഡൻസ് നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാവാം, ഡെന്റിസ്റ്റ് ആവാം, ഡെന്റൽ ടെക്നീഷ്യൻസ് ആവാം, അവർക്കൊക്കെ ചെയ്യാൻ വേണ്ടി സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ ക്ലാസ്സസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരക്കുള്ളവർക്ക് വർക്കിംഗ് സ്റ്റാഫിന് വീക്കെൻഡ് ക്ലാസ്സസ് പോലെ ഞങ്ങളുടെ സാറ്റർഡേ സൺഡേയും ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിസിയാണ്. പിന്നെ നിങ്ങൾ പ്ലേസ്മെന്റ് കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ഇവിടുന്ന്? യെസ്, 100% പ്ലേസ്മെന്റ് ആണ് എപ്പോഴും ഉള്ളത്. എക്സാമിന് മുമ്പേ അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന മുമ്പേ ഭൂരിഭാഗം പിള്ളേർ പ്ലേസ്ഡ് ആണ്. അത്രയ്ക്കും ഒരു സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അതെ അതെ അതെ. ഇഷ്ടമാതിരി വേക്കൻസീസ് ഉണ്ട്, ഇഷ്ടമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൺലി ദാറ്റ് ആൾക്കാർക്ക് അറിയില്ല ഈ ഒരു മേഖല. കാരണം എല്ലാവരും കാണുന്ന ഡെന്റിസ്റ്റിനെയാണ്, ഡെന്റൽ ടെക്നീഷ്യനെ അല്ല. അതുകൊണ്ട് നമ്മുടെ മേഖല ആൾക്കാർക്ക് അറിയില്ല എന്ന് മാത്രം. ഒരു ഡെന്റൽ ഡോക്ടറിനെ മാത്രമേ കാണുന്നുള്ളൂ എല്ലാവരും. അപ്പൊ അതിന് ആ ഡെന്റൽ ഡോക്ടറിനെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വലിയ ലാർജ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്നും അതിനെപ്പറ്റി നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അറിയില്ല. യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇപ്പൊ ഈ മേഖലയിൽ പഠിക്കാൻ വരുന്ന ഭൂരിഭാഗം പിള്ളേരുടെ ഫാമിലിയിൽ യാത്ര ഒരു ഡെന്റിസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡെന്റൽ ടെക്നീഷ്യൻ ഉണ്ടാകും. അല്ലാത്ത ഒരാൾക്കും ഈ കോഴ്സിനെ പറ്റിയോ ഈ മേഖലയെ പറ്റി പോലും അറിയില്ല. ഓക്കെ, ഇത് നമ്മുടെ കൊച്ചിയിൽ കൃത്യം എവിടെയായിട്ട് വരും? ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് കോമ്പാറ ജംഗ്ഷൻ, ഹൈക്കോർട്ടിന്റെ അടുത്തുള്ള കോമ്പാറ ജംഗ്ഷന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും ഇപ്പം കൂടുതലും മെട്രോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണ്? MG റോഡ് മെട്രോ സ്റ്റേഷൻ. MG റോഡ് മെട്രോ സ്റ്റേഷൻ. അപ്പൊ അതിൽ നിന്ന് കുട്ടികൾക്ക് ഈസി ആയിട്ട് നടന്നു വരാം, ഓട്ടോ പിടിച്ച് വരാം, കാറിലോ എങ്ങനെ വേണേലും വരാം. ഓക്കെ, അപ്പം ഇവിടുന്നുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് എത്താൻ പറ്റിയ ഒരു വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് ആൾക്കാരിലോട്ട് നിങ്ങളുടെ ഈ സർവീസ് എത്തട്ടെ. നമുക്ക് ഒരു വിശദമായിട്ട് പിന്നെ നിങ്ങളുടെ ലാബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും തിരക്കിട്ട പിന്നെ സമയത്തും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിച്ച നാൻസിക്ക് ഒരുപാട് നന്ദി.
ബിബിനും വളരെയേറെ നന്ദി. ഈ ബിബിൻ്റെ തിരക്കേറിയ സമയത്ത് ഇവിടെ വന്ന് കാണാനും സംസാരിക്കാനും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. ബിബിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു നാൻസി, താങ്ക് യു. കൊച്ചിൻ ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോൺടാക്റ്റ് നമ്പറും പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കൊച്ചിൻ ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ്സ് വീഡിയോസിനായി ലൈഫ് ആൻഡ് ബിസിനസ് TV എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.